കുറച്ച് അഹങ്കാരത്തിൻ്റെയും കുറച്ച് മുൻകോപത്തിൻ്റെയും കുറേ ദേഷ്യത്തിൻ്റെയും കുറേ വിദ്വേഷം, കുശുമ്പ്, മറ്റുള്ളവരോടൊരു അസൂയ, നമ്മൾ പ്രത്യക്ഷത്തിൽ വളരെ ഓക്കെ ആണെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ നമുക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ഇവിടെ ഒന്നാമത്തെ എടുത്തു പെട്ടെന്ന് കഴിഞ്ഞു, കാര്യങ്ങൾ സാക്ഷ്യം പറയണ്, നമ്മൾ ഒന്നെടുത്തു പുതുക്കി, ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതായത് ഒന്ന് കുർബാനയ്ക്ക് പോകണം, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ രോഗികളെ കാണാൻ പോകണം, രോഗികളെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ വെറുപ്പും വിദ്വേഷവും അഹങ്കാരമൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അത് മാറ്റാനായിട്ട് എങ്ങനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരാൾക്കും വലിയ ഉപകാരമൊന്നും ചെയ്യാൻ മെനക്കെട്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, അങ്ങനെ മറ്റൊരാൾക്കും ഉപദ്രവിക്കാനും ഇല്ല, ഉപകാരം ചെയ്യാനും എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ധർമ്മക്കാരൻ വരുമ്പോൾ ഞാൻ വിചാരിക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ 10 രൂപ കൊടുത്താലും അയാൾ പോയി വീഡിയോ വലിക്കുള്ളൂ, കഞ്ചാവ് വലിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ അതിനും മെനക്കെടണേ? പിന്നെ ഈ ധർമ്മക്കാർ അവർ പണിയെടുക്കാണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, നമ്മൾ പണിയെടുത്ത് ജീവിക്കുക, എന്നിട്ട് അവർക്ക് സംഭാവന കൊടുക്കുക. അതൊക്കെ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എളിമപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പെട്ടെന്നൊരു പുണ്യാളൻ ആയി എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്ത് ഈ റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക്, ഞാൻ നമ്മുടെ കൊടകര, ചാലക്കുടി ആ ഭാഗത്തൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കണ സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകണതും, അവർ ആ ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ വേണ്ടി പ്രാർത്ഥിക്കണതും, അങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ച്